ഒരു ഡോക്ടർ ഇത് സർജറി ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് അവരങ്ങനെ ബയോപ്സിക്ക് അയക്കി അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു നോർമൽ ഒരു സിസ്റ്റ് ആണ്, എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു, ഡെർമോയിഡ് സിസ്റ്റോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് റിമൂവ് ചെയ്തിട്ട് എനിക്കൊരു 2-3 മാസത്തെ ഗ്യാപ്പ് എനിക്ക് കിട്ടിയുള്ളൂ. അതിനുശേഷം ആ സ്കാറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുതിയത് വന്നു. പിന്നെ അതും ചെയ്തു, അതും വേറെ ഹോസ്പിറ്റലിൽ പോയി ചെയ്തു. പിന്നെ ഈ ഡോക്ടർ അതിനെക്കുറിച്ചൊന്നും തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു 4-5 സർജറിയോളം ചെയ്തു. ഈ 5 സർജറിയിൽ ആ സെയിം സ്ഥലത്ത് തന്നെ അവിടെ തന്നെ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വരായിരുന്നു. അപ്പോൾ അതാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയണത്. അങ്ങനെ 6ാമത്തെ സർജറി പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്യണത്. ആ പ്ലാസ്റ്റിക് സർജറിയിലാണ് ഇങ്ങനെ HS ആണ് എന്നുള്ളൊരിത് അറിയുന്നത്. അതിനു മുമ്പ് തന്നെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേട്ടിരുന്നു, ഇങ്ങനെ ഹൈഡ്രഡനൈറ്റിസ് സപ്പറേറ്റീവ എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ അത് സെർച്ച് ചെയ്തൊക്കെ നോക്കിയ സമയത്താണ് നമ്മളിങ്ങനെ ഡെർമറ്റോളജിസ്റ്റിനെയാണ് കാണേണ്ടത്, പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയണത്. അങ്ങനെ ഇവിടെ കാക്കനാട് ഹോസ്പിറ്റലിലാണ് ചെയ്തിട്ടുണ്ട്, സൺറൈസിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ക്ലിനിക്കലി അത് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി, അതായത് ഇങ്ങനെ ഹൈഡ്രഡനൈറ്റിസ് സപ്പറേറ്റീവ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുശേഷം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറാണ്, അതുമല്ല എനിക്കിങ്ങനെ ഒരു റെയർ ജനറ്റിക് കണ്ടീഷനാണ്, പാഷ് സിൻഡ്രോം എന്നാണ് പേര് എന്ന് പറയണത്. അപ്പോഴാണ് സാർ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്താലും കാര്യമില്ല, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ബയോളജിക്സ് എന്ന് പറയുക അതിനെ, അത് ത്വക്കിനടിയിൽ ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അതെടുത്താൽ തന്നെയാണ് ഇത് എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ ഇപ്പോൾ ബയോളജിക്സ് ആണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എത്ര വർഷം എടുക്കണമെന്നോ, ഇതിപ്പോൾ വേറെ മാറേണ്ട വരുമോ, അതായത് വേറെ കുറേ അവൈലബിൾ ആണല്ലോ, അപ്പം അതിൽ വേറെ ഇഞ്ചക്ഷനിലേക്ക് പോകേണ്ട വരുമോന്നും അറിയില്ല. അപ്പോൾ ഇതിനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് നമ്മൾ എടുത്തോണ്ടിരിക്കണം. ഇത് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കേൾക്കുന്നത്, അതുകൊണ്ടാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. ഇതിന് ക്യൂറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അല്ലേ HS എന്ന് പറയുന്നത്. പാഷ് സിൻഡ്രോം ആയാലും അങ്ങനെ തന്നെ. HS ക്യൂർ ആവണതല്ല, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ രോഗം ചികിത്സിച്ച് മാറ്റാമെന്ന് പറയാൻ പറ്റുന്നൊരു കണ്ടീഷൻ അല്ല അത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇതിനെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. കൺട്രോൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ ഒരു 2 എണ്ണം ഉണ്ടായിന്ന് വിചാരിക്കും. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് സ്ഥലത്തായിട്ട് നമുക്കിങ്ങനെ ഒരു ലംബ് പോലെ വന്ന് പഴുപ്പും ബ്ലഡും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച 2 എണ്ണം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് കൺട്രോളിൽ വന്നു എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ച 2 എണ്ണം ഉണ്ടാവുന്നത് അടുത്ത ആഴ്ച ചിലപ്പോൾ 1 എണ്ണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അടുത്ത മാസം ഇപ്പോൾ ഈ ആഴ്ചയിൽ 2 എണ്ണം ഉണ്ടാവുന്നത് മാസത്തിൽ ഇപ്പോൾ ഒരു മന്തിൽ ഇപ്പോൾ 2 എണ്ണം ഉണ്ടാവുക, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ 2 എണ്ണം ഉണ്ടാവുക, 1 എണ്ണം ഉണ്ടാവുക, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ കൺട്രോളിൽ വരിക എന്ന് പറയാം. ഇപ്പം എനിക്ക് 14 വർഷം മുമ്പ് ലെഫ്റ്റ് അണ്ടർആമിൽ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ അണ്ടർആംസിലൊന്നും വന്നിട്ടേ ഇല്ല. പിന്നെ എനിക്ക് ബ്രസ്റ്റിലൊക്കെയാണ് വരാറുള്ളത്. നമ്മളുടെ വേറെ വരും, നമുക്ക് ബ്രസ്റ്റിൽ വരാം, ക്ലീവേജിൽ വരും, നമ്മളുടെ ഗ്രോയിൻ ഏരിയയിലൊക്കെ വരാം, ബട്ടക്സിൽ വരുന്നവരൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ എവിടെയാണോ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഫോൾഡുകൾ വരുന്നത് അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്.